ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ വീഡിയോ എല്ലാവരും മറക്കാതെ ഫുള്ളായിട്ട് കണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. അതുപോലെ തന്നെ വീഡിയോയിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ തോലൊക്കെ പൊളിച്ച് വരുമ്പോഴത്തേക്കും അത് 1/2 കിലോ ഒക്കെ ആകുമല്ലോ. അപ്പോൾ അത് കിട്ടിയ നല്ലോണം വാഷ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും നമുക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കണ്ടോ, ഈ പരുവത്തിൽ നമുക്കെടുക്കാം. അതുപോലെ തന്നെ ചെമ്മീൻ വാഷ് ചെയ്തിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുന്നുണ്ട്. വലിയ ചെമ്മീനാണ്. അപ്പം ആ വലിയ ചെമ്മീൻ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് അരിഞ്ഞെടുക്കുക, എന്നാലേ മസാല നല്ലോണം പിടിക്കത്തുള്ളൂ. അതിന് ശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരുമിച്ചിട്ടാണ് അത് ചതച്ചതും. അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. ചെമ്മീൻ നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇടാം. വലിയ ചെമ്മീൻ, ചെറിയ ചെമ്മീനാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഞാൻ കുറച്ച് ചെമ്മീൻ നമ്മൾ അരിഞ്ഞിടുമ്പോഴത്തേക്കും കുറച്ചും കൂടെ മസാല പിടിക്കും. പിന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി പോലെയൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയാണ് എടുക്കുന്നത്. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് വഴണ്ട് വരണം, ഉള്ളിയൊക്കെ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട്, പൊടി ഉപ്പിനേക്കാൾ കുറച്ച് മതി കല്ലുപ്പ്, അത് നമുക്കറിയാമല്ലോ. എന്നിട്ട് നമുക്കിത് നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പം നല്ല ഒരു മണമാണ് വരുന്നത്. നല്ലൊരു ബ്രൗൺ കളറാകുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ കണ്ടോ, ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറും മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ്. നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടെ മുന്നിട്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. പച്ചമുളക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു കളറൊക്കെ കിട്ടുമല്ലോ. പിന്നെ നമ്മുടെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നല്ലൊരു സ്മെല്ലാണ്. ഇവിടെ ഫുള്ള് നല്ലോണം പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമ്മൾ വഴറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ചെമ്മീൻ എടുത്തിട്ട് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ചേർക്കുന്നില്ല. അതിൽ നിന്നും ഒരു കൈക്കുമ്പിൾ അളവിൽ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എടുത്ത ചെമ്മീനൊന്ന് നമ്മൾ ഈ ഉള്ളിയൊക്കെ പൊട്ടിച്ചെടുത്തല്ലോ, അതുപോലെ ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പം നല്ലോണം ആ ചെമ്മീൻ്റെ ഒരു ഫ്ലേവറും ആ ഗ്രേവി തന്നെ കൂട്ടി കഴിക്കുക, ചോറൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം അതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടി ഒരു കൈപ്പിടി അളവിൽ ഞാൻ കുറച്ച് ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ചെമ്മീനും കൂടെ ഇതിൻ്റെ അകത്തിട്ട് നല്ലോണം അത് മസാല പിടിക്കുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. കണ്ടോ, നല്ലോണം വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ബാക്കി ചതച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഗ്രേവി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് വേവിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് വേവിച്ച് അത് വരട്ടിയെടുക്കാം. അപ്പോൾ ഒരു റോസ്റ്റ് പരുവത്തിൽ കിട്ടും. ഇതിൻ്റെ ഗ്രേവിക്ക് തന്നെ ഒരു അടിപൊളി ടേസ്റ്റും മണമൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഇറക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാൻ വെക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വെന്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ചൂട് ചോറുമായിട്ട് തന്നെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.